Hi, welcome to Exam by Olympiad. So, number theory la a problem നോക്കാം. Consider the set of all 6-digit numbers consisting of only 3 digits A, B, C, where A, B, C are distinct. Suppose the sum of all these numbers is ഒരു വലിയ നമ്പർ തന്നിട്ടുണ്ട്. What is the largest remainder when the 3-digit number A, B, C is divided by 100? So, more like number theory ലാണ് ഒന്നും കൂടെ PNC ആയിട്ട് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റൻ ആണ്. ആ കോൺസെപ്റ്റ്സ് ആവശ്യമുള്ള ക്വസ്റ്റൻ ആണ്. സോ ഇൻ കേസ് നിങ്ങൾക്ക് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് അറിയില്ല എന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് പോവുക. അതിൽ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ കഴിഞ്ഞ വർഷത്തെ കോഴ്സിൽ IOQM 2025 എന്ന് പറയുന്ന കോഴ്സിൽ 0 to IOQM എന്ന് പറയുന്ന കോഴ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ്റെ ക്ലാസ് കാണാം. സോ അത് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം, ഈ ക്ലാസ് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. സോ അതിലെ കുറച്ച് കോൺസെപ്റ്റ്സ് കാര്യങ്ങളൊക്കെ വേണ്ടതുണ്ട്. ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യാന്ന് പറയുന്നത് എന്തല്ല പോസിബിൾ അല്ല. സോ എന്ത് ചെയ്യുക, അത് വാച്ച് ചെയ്യാം. ഫൈൻ. സോ ഇവിടെ തന്നിട്ടുള്ളത് 3 ഡിജിറ്റ്സ്, ഒരു 6-digit നമ്പർ ഉണ്ട്. 6-digit നമ്പർ ഉണ്ട്. 1 2 3 4 5 6 6-digit നമ്പറാണ്. ഏതൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, അത് എങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ABC എന്ന് പറയുന്ന 3 ഡിജിറ്റ്സ് ഉണ്ട്. അതിൻ്റെ കോമ്പിനേഷൻസാണ് അല്ലേ. ABC എന്താണ് വന്നിട്ടുണ്ട്, അതിൻ്റെ കോമ്പിനേഷൻസ് ആണ്. ലൈക്ക് വേറെ കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ട്. വേറെ ABC ആർ ഡിസ്റ്റിങ്. സപ്പോസ് കൺസിസ്റ്റിംഗ് ഓഫ് ഓൺലി 3 ഡിജിറ്റ്സ് ആണ്. സപ്പോസ് ഓഫ് ആൾ ഓഫ് സം. ഓക്കെ, വേറെ കണ്ടീഷൻസ് ഒന്നുമില്ല. സോ ABC അങ്ങനത്തെ ഏത് കോമ്പിനേഷൻസും വരാം. സോ ABC എന്ന് പറയുന്ന 3 നമ്പേഴ്സിൻ്റെ കോമ്പിനേഷൻസ് ആയിരിക്കും വരാം. മേ ബി ABC ഇങ്ങനെ ആലോചിക്കാം 1 2 3. സപ്പോസ് ലൈക്ക് എന്താണ് ABC 1 2 3. അങ്ങനെയാണെങ്കിൽ 1 1 1 1 2 3 ഇതൊരു കോമ്പിനേഷൻ ആവാം. 1 2 3 1 2 3 അങ്ങനെ പല പല കോമ്പിനേഷൻസ് എന്താണ് അവിടെ പോസിബിൾ ആണ്. സോ പക്ഷേ ഈ 3 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ കോമ്പിനേഷൻസ് ആയിരിക്കും പോസിബിൾ ഉണ്ടാവും. സോ അതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സം ഓഫ് ഓൾ ദീസ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാ കോമ്പിനേഷൻസിൻ്റെയും സമ്മ് തന്നിട്ടുണ്ട്. ഓക്കെ ഫൈൻ. എത്ര കോമ്പിനേഷൻസ് ഉണ്ടാവും അത് നമുക്ക് നോക്കാം. ഇവിടെ എന്താ ഉള്ളത് നിങ്ങൾ നോക്കിയേ, 3 നമ്പേഴ്സ് ആണുള്ളത്. 3 നമ്പേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാം ഇത്തരം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണ്. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത്, എനിക്ക് ഫസ്റ്റത്തെ ഒരു കോളം അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഡിജിറ്റ് എത്ര രീതിയിൽ ഫില്ല് ചെയ്യാൻ പറ്റും? എനിക്ക് 3 രീതിയിൽ ഫില്ല് ചെയ്യാൻ പറ്റും അല്ലേ. ഇതെന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് 3 വേസിൽ ഫില്ല് ചെയ്യാൻ പറ്റും. എനിക്ക് അടുത്ത ഈ നമ്പർ അല്ലെങ്കിൽ ഈ അടുത്ത ഡിജിറ്റ് എത്ര രീതിയിൽ ഫില്ല് ചെയ്യാൻ പറ്റും? അതും എനിക്ക് 3 രീതിയിൽ ചെയ്യാൻ പറ്റും അല്ലേ. 3 രീതിയിൽ ചെയ്യാൻ പറ്റും അല്ലേ. കാരണം എന്താണ്, 1 2 3 തൽക്കാലം ABC പോലെ നിങ്ങൾ 1 2 3 ആണ് നമ്പേഴ്സ് എന്ന് വിചാരിക്കുക. സോ എന്താ, ഒന്നാമത്തെ കോളം ഒന്നാമത്തെ ഡിജിറ്റ് 1 2 3 ആവാം. അതായത് എനിക്ക് അത് 3 വേസിൽ ഫില്ല് ചെയ്യാം. രണ്ടാമത്തെ ഡിജിറ്റ് എനിക്ക് 1 2 3 ആകാം. അതും എനിക്ക് 3 വേസിൽ ഫില്ല് ചെയ്യാം. മൂന്നാമത്തെ ഡിജിറ്റ് എന്താണ്, അതും എനിക്ക് എന്താണ് 1 2 3 ആകാം. 3 വേസിൽ ഫില്ല് ചെയ്യാം. അങ്ങനെ ഓരോന്നും എനിക്ക് എന്താണ് 3 പോസിബിലിറ്റീസ് ഉണ്ട്. ഇവിടെ ഈ 3 അല്ല, ഇത് എന്താണ് 3 വേസ് ഓഫ് പോസിബിലിറ്റീസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ടോട്ടലി എനിക്ക് എത്ര രീതിയിൽ ചെയ്യാൻ പറ്റും? 3 × 3 × 3 × 3 × 3 × 3 ഇത്രയും വേസിലാണ് ചെയ്യാൻ പറ്റുക. ഇതെന്താണ് 3 power 6 പോസിബിലിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഉണ്ടാകുന്നുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ആണ് ഇത്. അപ്പോൾ എന്ത് ചെയ്യുക, അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ വാച്ച് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഈ വീഡിയോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. ചില ആൾക്ക് ഡൗട്ട് ഉണ്ടാവും എന്തുകൊണ്ടാണ് 3 × 3 × 3 ആയത്. ലൈക്ക് മേ ബി ലൈക്ക് നിങ്ങൾക്ക് ചെറിയൊരു സെറ്റൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ. ലൈക്ക് ഇതിൻ്റെ കോൺസെപ്റ്റ് എങ്ങനെയാണ് വർക്ക് ആവുന്നത്. ഇപ്പോൾ 1 2 ഉള്ള നമ്പേഴ്സ് മാത്രം എടുക്കുക. 2 നമ്പേഴ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് അതിൻ്റെ കോമ്പിനേഷൻസ് വർക്കൗട്ട് ചെയ്ത് നോക്ക്. അപ്പോൾ എന്ത് ചെയ്യാണ്, ഏതൊക്കെ രീതിയിലാണ് ഫോം ചെയ്യാൻ പറ്റുക എന്നുള്ള ഐഡിയ കിട്ടും. സോ അതിന് എന്ത് ചെയ്യാൻ പറ്റി, അതിന്ന് ലൈക്ക് വലിയ നമ്പേഴ്സിലോട്ട് നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്താൽ മതി. സോ ഇത്രയും പോസിബിലിറ്റീസ് ആണ് അവിടെ ടോട്ടലി ഉള്ളത്. ഓക്കെ ഫൈൻ. അതിൻ്റെ സമ്മ് തന്നിട്ടുണ്ട്. സം എങ്ങനെ കാണാൻ പറ്റും? ഇത്രയും നമ്പേഴ്സ് ഉണ്ട് അറിയാം, ഇത്രയും പോസിബിലിറ്റീസ് ഉണ്ട് എന്ന് അറിയാൻ പറ്റും. ഈ പോസിബിലിറ്റീസിൻ്റെ കംപ്ലീറ്റ് സമ്മാണ് ഈ നമ്പർ തന്നിട്ടുള്ളത്. സോ നമുക്ക് ഈ പോസിബിലിറ്റീസിൻ്റെ കംപ്ലീറ്റ് സമ്മ് കാണണം. എങ്ങനെ കാണാൻ പറ്റും? ഇവിടെ ചെയ്യുന്നത് ലൈക്ക് ഓരോ ഡിജിറ്റ് വൈസ് ആയിട്ട് നമ്മൾ നോക്കുകയാണ്. അതായത് വേറൊരു പേജിലോട്ട് എഴുതാം. 1 2 3 4 5 6. ഓക്കെ, ഈ അവസാനത്തെ ഈ ഡിജിറ്റ് മാത്രം എടുക്കുക അല്ലേ. അവസാനത്തെ ഡിജിറ്റ് മാത്രം എടുക്കുക. എൻ്റെ നമ്പേഴ്സ് ഏതൊക്കെയാണ് ഞാൻ തൽക്കാലം ABC എടുക്കുന്നില്ല. എന്താണ് 1 2 3 എടുക്കുക. 1 2 3 എടുക്കുക. 1 2 3 ആണ് നമ്പേഴ്സ്. സോ അവസാനത്തെ എൻ്റെ ഡിജിറ്റ് സപ്പോസ് ലൈക്ക് 1 ആണെന്ന് വിചാരിക്കും. ഓക്കെ ഫൈൻ. എൻ്റെ അവസാനത്തെ ഡിജിറ്റ് എന്താണ് 1 ആണെന്ന് വിചാരിക്കും. 1 ആണ് എന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ എത്ര പോസിബിലിറ്റീസ് ഉണ്ട്? അവസാനത്തെ ഡിജിറ്റ് 1 ആവുകയാണെങ്കിൽ അങ്ങനത്തെ എത്ര നമ്പേഴ്സ് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് എന്ന് ആലോചിക്കും. അതായത് ശ്രദ്ധിക്കണം, അവസാനത്തെ ഡിജിറ്റ് എന്താണ് 1 ആണ്, അത് ഫിക്സ് ആണ്. അതിൽ ഇനി വേറെ എന്ത് ചെയ്യുന്നില്ല, ചോദ്യങ്ങളില്ല. അവസാനത്തെ ഡിജിറ്റ് 1 ആണെന്നുള്ളത് ഫിക്സ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളത് ആലോചിച്ച്, എനിക്ക് ഈ ഒരു ഡിജിറ്റ് സെക്കൻഡ് ലാസ്റ്റ് ഡിജിറ്റ് എനിക്ക് എത്ര രീതിയിൽ ഫില്ല് ചെയ്യാം? 3 രീതിയിൽ ഫില്ല് ചെയ്യാം. അവിടെ എന്തെങ്കിലും കൺസ്ട്രെയിൻ ഉണ്ടോ? ഇല്ല.
ഈ ഒരു ഡിജിറ്റ് എത്ര രീതിയിൽ ഫില്ല് ചെയ്യാം? ഞാൻ ഇവിടെ ഡിജിറ്റ് ലൈക്ക് ഇവിടെ 3 രീതിയിൽ ഫില്ല് ചെയ്യാം. ഇതെനിക്ക് എത്ര രീതിയിൽ ഫില്ല് ചെയ്യാം? 3 രീതിയിൽ ഫില്ല് ചെയ്യാം. ഇതെനിക്ക് എത്ര രീതിയിൽ ഫില്ല് ചെയ്യാം? 3 രീതിയിൽ ഫില്ല് ചെയ്യാം. ഇതെനിക്ക് എത്ര രീതിയിൽ ഫില്ല് ചെയ്യാം? 3 രീതിയിൽ ഫില്ല് ചെയ്യാം. ബാക്കിയുള്ള എല്ലാ നമ്പേഴ്സും ബാക്കിയുള്ള എല്ലാ ഡിജിറ്റ്സും എനിക്ക് എത്ര രീതിയിൽ ഫില്ല് ചെയ്യാം? ഈച്ച് വൺ 3 വേസിൽ എനിക്ക് ഫില്ല് ചെയ്യാം. ഏതിൽ മാത്രമാണ് കൺസ്ട്രെയിൻ ഉള്ളത്? ആക്ച്വലി അവസാനത്തെ ഈ ഒരു ഡിജിറ്റിൽ മാത്രമാണ് കൺസ്ട്രെയിൻ ഉള്ളത്. ഓക്കെ ആണല്ലോ? അപ്പോൾ അവസാനത്തെ ഡിജിറ്റിൽ ഒഴികെ എനിക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ളതിലൊക്കെ ഞാൻ നേരത്തെ അപ്ലൈ ചെയ്തിട്ടുള്ള കൗണ്ടിങ് പ്രിൻസിപ്പിൾ തന്നെ യൂസ് ചെയ്യാം. അപ്പം അവസാനത്തെ ഡിജിറ്റ് 1 ആയി വരുന്ന എത്ര നമ്പർ ഓഫ് കേസസ് ഉണ്ടാകും? നിങ്ങൾ നോക്കിയേ, ഇവിടെ 3 ഇൻറ്റു എത്ര കേസസ് ഉണ്ടാവും? 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3, അതായത് 3 പവർ 5 വേസ് ഉണ്ടാകും, അല്ലെങ്കിൽ നമ്പർ ഓഫ് പോസിബിലിറ്റീസ് ഉണ്ടാവും. ഓക്കെ ആണല്ലോ? 3 ഇൻറ്റു 3 പവർ 5 വേസ് ഓഫ് നമ്പർ ഓഫ് പോസിബിലിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്? അത്തരം കേസുണ്ട്. അവസാനത്തെ ഡിജിറ്റ് 1 ആവുന്ന 3 പവർ 5 കേസ്, അതായത് 243 കേസസ് എന്ത് ചെയ്യുന്നുണ്ട്? 3 പവർ 5 എത്രയാണ്? 243 ആണ്. 243 കേസസ് ഉണ്ടാവും. ഓക്കെ, ഇനി എന്താണ് അവസാനത്തെ ഡിജിറ്റ് 2 ആവുന്ന എത്ര കേസസ് ഉണ്ട് നോക്കി. അവസാനത്തെ ഡിജിറ്റ് 2 ആവുന്ന എത്ര കേസസ് ഉണ്ടാവും? സിമിലർലി എത്രയുണ്ട്? 243 നമ്പേഴ്സ് ഉണ്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ ഇത് 243 വേസ് ഉണ്ട്, ഇത് 243. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? ഇതിൻ്റെ അവസാനത്തെ ഡിജിറ്റ് 2 ആവുന്ന എത്ര യൂണീക്ക് കേസസ് ഉണ്ടാവും? അതും 243 തന്നെ. അവസാനത്തെ ഡിജിറ്റ് 3 ആവുന്ന എത്ര കേസസ് ഉണ്ടാവും? അതും തന്നെയാണ് 243 തന്നെ. ഓക്കെ ആണല്ലോ? സോ അവസാനത്തെ ഡിജിറ്റ് 1 ആവുന്ന എത്ര കേസാണ്? 243. 2 ആവുന്ന എത്ര കേസാണ്? 243. 3 ആവുന്ന എത്ര കേസാണ്? അത് 243 ആണ്. ഓക്കെ ആണല്ലോ? സോ അതിൻ്റെ മൊത്തം സം എടുക്കുക. നമ്മൾ ഡിജിറ്റ് വൈസ് ആയിട്ട് അല്ലേ, ഓരോ പൊസിഷൻ വൈസ് ആയിട്ട് അതിൻ്റെ സം എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് ഡിജിറ്റിൻ്റെ മൊത്തം സം എത്ര വരിക? ടോട്ടൽ സം എത്ര വരിക? നിങ്ങൾ നോക്കിയാൽ അവസാനത്തെ ഡിജിറ്റ് 1 ആവും. യൂണിറ്റ് ഡിജിറ്റ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ മുമ്പത്തെ കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യേ വേണ്ട. യൂണിറ്റ് ഡിജിറ്റ് 1 ആയി വരുന്ന സമയത്ത് യൂണിറ്റ് ഡിജിറ്റിൻ്റെ സം എത്ര വരിക അല്ലേ? യൂണിറ്റ് ഡിജിറ്റ് കംപ്ലീറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് എത്ര വരിക? 243 അല്ലേ വരിക? യെസ്, കാരണം എന്താണ്? 243 എത്ര ലൈക്ക് 1 എത്ര ടൈം വരുന്നുണ്ട്? എത്ര തവണ വരുന്നുണ്ട്? 243 ടൈം 1 വരുന്നുണ്ട്. സോ എന്ത് ചെയ്യുക? 243 ഇൻറ്റു 1 ആണ് അതിൻ്റെ സമ്മ് വരിക. സോ എന്താ വരിക? 243 അല്ലേ? 243 ഇൻറ്റു 1. അവസാനത്തെ യൂണിറ്റ് ഡിജിറ്റ് 2 ആവുന്ന സമയത്ത് അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റുകളെ കംപ്ലീറ്റ് സം എത്ര വരിക? 2 എത്ര തവണ വരുന്നുണ്ട്? 2 ആണ് വരുന്നത്. എത്ര തവണ വരുന്നുണ്ട്? 243 ടൈംസ് വരുന്നുണ്ട്. സോ എന്താ വരിക? 243 ഇൻറ്റു 2 ആണ് അതിൻ്റെ സം വരിക. അവസാനത്തെ ഡിജിറ്റ് 3 ആവുന്ന കേസിൽ അല്ലേ, അവസാനത്തെ ഡിജിറ്റ് 3 ആവുന്ന കേസിൽ അതിൻ്റെ കംപ്ലീറ്റ് സം എത്ര വരിക? 3. അത് എത്ര തവണ ആഡ് ചെയ്യണം? 243 ടൈംസ് ആഡ് ചെയ്യണം. സോ 3 എത്ര തവണ ആഡ് ചെയ്യുന്നത്? 243. സോ എന്താ വരിക? 243 ഇൻറ്റു 3. ഇതെന്താണ് ആക്ച്വലി? ഇത് നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് എല്ലാം കൂടെ നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ആലോചിച്ചേ, ഇതെല്ലാം കൂടെ നിങ്ങൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, യെസ്, ഇതെല്ലാം കൂടെ നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ എന്താ വരിക? ഇതിൻ്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ എൻറ്റയർ പോസിബിലിറ്റീസ്, അതായത് ഈ എൻറ്റയർ സീക്വൻസ് ഇല്ലേ അല്ലേ, ഈ എൻറ്റയർ നമ്പർ അല്ലേ, ഒരു 6 ഡിജിറ്റ് നമ്പർ ഫോം ചെയ്യുന്നുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് യൂണിറ്റ് ഡിജിറ്റിൻ്റെ സം അല്ലേ വരുന്നത്? യൂണിറ്റ് ഡിജിറ്റുകളുടെ സമ്മാണ് എന്ത്? ഈ എഴുതിയിട്ടുള്ള വാല്യൂ. കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പതിയെ എന്ത് ചെയ്യുക? റീവാച്ച് ചെയ്യുക. കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും മേ ബി. അപ്പോൾ എന്ത് ചെയ്യുക? പതിയെ റീവാച്ച് ചെയ്തിട്ട് ഒന്നും കൂടെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമൻറ്റ് സെക്ഷനിൽ ചോദിക്കും. സോ എന്താണ് ഇവിടെ ഈ ആഡ് ചെയ്തിട്ടുള്ള സമ്മ്? 243 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 243 ഇൻറ്റു 2 പ്ലസ് 243 ഇൻറ്റു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് ഡിജിറ്റിൻ്റെ കംപ്ലീറ്റ് സമ്മാണ്. ഓക്കെ ആണല്ലോ? സോ യൂണിറ്റ് ഡിജിറ്റിൻ്റെ കംപ്ലീറ്റ് സമ്മാണ്. അതായത് ആ സമ്മിന് എനിക്ക് എങ്ങനെ എഴുതാം? ഞാൻ ഒന്ന് മാറ്റി എഴുതാണ്. 243 ഇൻറ്റു 1 പ്ലസ് 243 ഇൻറ്റു 2 പ്ലസ് 243 ഇൻറ്റു 3, വിച്ച് ഈസ് ഞാൻ 243 കോമൺ ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ വരിക? ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് 3. ഓക്കെ ആണല്ലോ? 243 ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് 3. ഫൈൻ. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഈ 1ഉം 2ഉം 3ഉം മാറ്റിയിട്ട് എനിക്ക് പകരം എന്തായിരുന്നു ഇവിടെ? എയും ബിയും സിയും ആയിരുന്നു അല്ലേ ആ ഡിജിറ്റുകൾ. സോ എന്ത് ചെയ്യാണ്? 1ഉം 2ഉം 3ക്ക് പകരം ഞാൻ എന്ത് ചെയ്യാണ്? എയും ബിയും സിയും കൊടുക്കുകയാണ്. സോ ഏത് ഓർഡറിൽ കൊടുത്താലും എന്ത് ചെയ്യുന്നില്ല? മാറ്റർ ചെയ്യുന്നില്ല. സോ ഇത് ജനറലൈസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ പറയാം? അത് പറഞ്ഞു കഴിഞ്ഞാൽ 243 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി ആണ്. ഓക്കെ ആണല്ലോ? 243 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി. ഓക്കെ, അപ്പോൾ യൂണിറ്റ് ഡിജിറ്റിൻ്റെ കംപ്ലീറ്റ് സം എന്താ വരിക? 243 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി. ഇത് നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് ലാസ്റ്റ് 10th ഡിജിറ്റിൻ്റെ കേസ് നോക്കണം. നമ്മൾ അങ്ങനെ ഓരോ ഡിജിറ്റിൻ്റെ എന്ത് ചെയ്യുക? സം ചെയ്ത് പോവുക ചെയ്യാം. ഓക്കെ ആണല്ലോ? സോ 10th ഡിജിറ്റിൻ്റെ എങ്ങനെ ചെയ്യാം? ഓക്കെ, യൂണിറ്റ് ഡിജിറ്റിൻ്റെ സമ്മ് കഴിഞ്ഞു. 10th ഡിജിറ്റ് എടുക്കുക. ലൈക്ക് അങ്ങനെ ഓരോന്നും നമ്മൾ ഇത് 6 ഡിജിറ്റുകളുടെയും, സോ 6 ഡിജിറ്റ് പ്ലേസസ് ഉണ്ടാവും അല്ലേ, 6 പ്ലേസസ് ഉണ്ടാവും. അതിൻ്റെ 6 സം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ടോട്ടൽ സമ്മ് നമുക്ക് കണ്ടെത്താൻ പറ്റും. സോ ഇനി 10th ഡിജിറ്റിൻ്റെ എങ്ങനെ കാണാം? വീണ്ടും നമ്പർ എടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കിയേ 1 2 3 4 5 6 അല്ലേ. ഞാൻ എന്താണ് ഇവിടെ ഫിക്സ് ചെയ്യുന്നത്? ഞാൻ ഇവിടെ ഫിക്സ് ചെയ്യുന്ന സാധനം എന്താണ്?
ടെൻസ് പ്ലേസ് ആണ്. ടെൻസ് പ്ലേസ് ആണ് ഫിക്സ് ചെയ്യുന്നത്. ബാക്കിയുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാറ്റാം. ടെൻസ് പ്ലേസ് 1ഉം 2ഉം 3 തന്നെ എടുക്കും. 1ഉം 2ഉം 3 തന്നെ എടുത്തു. ഓക്കെ ആണല്ലോ. സോ എന്താണ് ടെൻസ് പ്ലേസ് 1 ആവുന്ന കേസിൽ എനിക്ക് എത്ര പോസിബിലിറ്റീസ് ഉണ്ടാവും? എഗെയിൻ എനിക്ക് എത്ര പോസിബിലിറ്റീസ് ഉണ്ടാവും? 243 പോസിബിലിറ്റീസ് ഉണ്ടാവും. കാരണം ബാക്കിയുള്ള 5 പൊസിഷൻസ് എന്ത് ചെയ്യാം, എനിക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റാം. ഇഷ്ടമുള്ള പോലെ എന്ന് പറഞ്ഞാൽ 3 വേസിൽ ഓരോ പൊസിഷൻസ് എന്ത് ചെയ്യാം, എനിക്ക് 3 വേസിൽ ഫിൽ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പൊ എന്താണ് ടെൻസ് പ്ലേസ് എന്ന് പറയുന്ന ഒറ്റ സംഖ്യ മാത്രമേ എന്ത് ചെയ്യുന്നു, ഒറ്റ ഡിജിറ്റ് മാത്രമേ, ഒറ്റ പ്ലേസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഫിക്സ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളത് എനിക്ക് എന്ത് ചെയ്യാം, ഓരോ പൊസിഷനും 3 ടൈംസ് 3 വേസിൽ എനിക്ക് ഫിൽ ചെയ്യാൻ പറ്റും. സോ 3 × 3 × 3 × 3 × 3 3⁴ വേസ്, അതായത് 243 വേസിൽ ചെയ്യാൻ പറ്റും. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ, നേരത്തെ യൂണിറ്റ് ഡിജിറ്റിന് ചെയ്ത അതേപോലെ തന്നെയുള്ള കോൺസെപ്റ്റ് ആണ്. സോ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ എന്ത് ചെയ്യാം, 243 വേസ്. ഇനി സെക്കൻഡ് പൊസിഷൻ, സെക്കൻഡ് നമ്പർ വെച്ചിട്ട് അത് 1 ആവുന്ന കേസിലാണ്, ടെൻസ് പൊസിഷൻ 1 ആവുന്ന കേസിൽ. ഇനി ടെൻസ് പൊസിഷൻ 2 ആണ് എന്നുണ്ടെങ്കിൽ, അതെനിക്ക് എന്ത് ചെയ്യാം, 243 വേസ് ചെയ്യാം. ടെൻസ് പൊസിഷൻ 3 ആണ് എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, അത് 243 വേസിൽ ഫിൽ ചെയ്യാം. ഓക്കെ ആണല്ലോ. സോ എനിക്ക് എന്ത് ചെയ്യാം, നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ എന്താ വരിക, 243 ടൈംസ് അതിൻ്റെ ടോട്ടൽ സം എന്താ വരിക, 243 ടൈംസ് 1 പ്ലസ് 243 ടൈംസ് 2 പ്ലസ് 243 ടൈംസ് 3 ആണോ വരിക. ടെൻസ് ഡിജിറ്റിൻ്റെ കംപ്ലീറ്റ് സം എത്ര വരിക? നിങ്ങൾ പ്ലേസ് വാല്യൂ ശ്രദ്ധിക്കണം അല്ലേ, പ്ലേസ് വാല്യൂ ശ്രദ്ധിക്കണം. ഇങ്ങനെ എഴുതാൻ പറ്റുമോ? അപ്പോൾ നേരത്തെ എഴുതിയ അതേപോലെ തന്നെ എനിക്ക് 243 × 1 പ്ലസ് 243 × 2 പ്ലസ് 243 × 3 ആണോ അതിൻ്റെ സമ്മ് വരിക അല്ലേ, ടെൻസ് പ്ലേസിൻ്റെ സമ്മ് വരിക? അല്ല, നമുക്ക് അങ്ങനെ സമ്മ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ് വരിക, ഇവിടെ ഒരു ×10 എല്ലായിടത്തും വരണം. കാരണം എന്താണ്, ഇവിടുത്തെ പ്ലേസ് വാല്യൂ ഈ ടെൻസ് പ്ലേസിൻ്റെ നേരത്തെ യൂണിറ്റ് ആയതുകൊണ്ടായിരുന്നു നമ്മൾ കൺസിഡർ ചെയ്യാതിരുന്നത്. ടെൻസ് പ്ലേസ് ആകുമ്പോൾ അവിടെ എന്ത് ചെയ്യണം, പ്ലേസ് വാല്യൂ കൊടുക്കണം, ×10 കൊടുക്കണം അല്ലേ. അതായത് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുക. അപ്പോൾ 56 എന്ന് പറയുന്ന നമ്പറിനെ ഒരു എക്സാമ്പിൾ എടുക്കാം. 56 എന്ന് പറയുന്ന നമ്പർ അല്ലേ, അതിന് എനിക്ക് എങ്ങനെ എഴുതാം, ഇവിടെ 6 × 1 ഓക്കെ ആണ്. ഇവിടെ എന്ത് ചെയ്യാം, 5 × 10 ഇങ്ങനെയല്ലേ നമ്മൾ എഴുതുക അല്ലേ. 5 × 10 പ്ലസ് 6 × 1 ആണ് എന്ത് ചെയ്യുന്നത്, 56 എന്ന് പറയുന്ന സാധനം. ഈ 10 എവിടുന്നാണ് വന്നത്, അത് ഇവിടുത്തെ പ്ലേസ് വാല്യൂ ആണ് അല്ലേ. ടെൻസ് ഡിജിറ്റ് ആയതുകൊണ്ടാണ് 10 എന്ന് പറയുന്നത് പ്ലേസ് വാല്യൂ ആണ് വന്നിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്, 10 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ ടെൻസ് പ്ലേസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഞാൻ നേരത്തെ എഴുതിയ പ്രകാരമാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, ഇത് എഴുതിയ പ്രകാരമാണെങ്കിൽ എഴുതാം 6 × 1 പ്ലസ് 5 × 1 എഴുതി കഴിഞ്ഞാൽ എനിക്ക് 56 കിട്ടുമോ? ഇല്ല. അവിടെ എന്ത് ചെയ്യണം, 5 × 10 ആണ് വരേണ്ടത്. കാരണം അതിൻ്റെ പ്ലേസ് വാല്യൂ എന്ത് ചെയ്യണം, നിങ്ങൾ അവിടെ കൊടുക്കാൻ മറക്കരുത്. സോ എന്ത് ചെയ്യണം, ഈ എൻ്റയർ വാല്യൂ അല്ലേ 243 × 1 പ്ലസ് 243 × 2 പ്ലസ് 243 × 3 × 10 ചെയ്യാം. ഇനി 156 ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച്, 156 ആണെന്ന് വിചാരിക്കാം, 156 ആണ് നമ്പർ എന്നുണ്ടെങ്കിൽ, 156 ആണ് നമ്പർ എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം, 156 6 × 1 അല്ലേ പ്ലസ്, ഓക്കെ 6 × 1 പ്ലസ് ഇവിടെ എന്താ വരിക, 5 ആണ്. 5 എന്താണ്, ടെൻസ് പൊസിഷനിലാണ്. സോ 5 × 10 പ്ലസ് 1 × എത്ര വരണം, 100 വരണം അല്ലേ. സോ എന്താണ്, 100th പൊസിഷനിലോട്ട് പോകുന്ന സമയത്ത് എന്താണ്, അതിൻ്റെ പ്ലേസ് വാല്യൂ ആയിട്ടുള്ള 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിൻ്റെ ഡിജിറ്റ്, ആ തേർഡ് പ്ലേസിലുള്ള ഡിജിറ്റ് എന്ത് ചെയ്യണം, അതിൻ്റെ പ്ലേസ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതെന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. എന്നാൽ മാത്രം നമുക്ക് 156 എന്ന് പറയുന്ന ആൻസറിലോട്ട് എത്താൻ പറ്റുള്ളൂ. പ്ലേസ് വാല്യൂസ് ഒന്നായി അങ്ങനത്തെ ഡിജിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ ഡിജിറ്റ് ഇൻറ്റു അതിൻ്റെ പ്ലേസ് വാല്യൂ കൂടെ എന്ത് ചെയ്യണം, നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. അത് മറക്കരുത്. ആ 10 ആണ് ഇവിടെ ടെൻസ് പൊസിഷനിലുള്ള ആ 10 ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ എന്ത് ചെയ്യാം, എൻ്റയർ സം ടെൻസ് പൊസിഷനിലുള്ള ഡിജിറ്റുകളുടെ കോമ്പിനേഷൻസിൻ്റെ എൻ്റയർ സം എന്താ വരിക, 243 × 1 പ്ലസ് 243 × 2 പ്ലസ് 243 × 3 മാത്രമല്ല, അതിനെ ഹോൾ ഇൻറ്റു 10 ചെയ്യണം. ഓക്കെ ആണല്ലോ. സോ ടെൻസ് പൊസിഷനിൽ എന്താ വരിക, 243. സോ 243 × 1 പ്ലസ് 243 × 2 പ്ലസ് 243 × 3 × 10 ചെയ്യണം. ഇതെന്താണ്, ടെൻസ് പ്ലേസ് ആണ് അല്ലേ. അതിൻ്റെ വൺസ് പ്ലേസ് എന്താ വരുന്നത്, 243 × 1 പ്ലസ് 243 × 2 പ്ലസ് 243 × 3 × 1 ആയിരുന്നു എന്ത് ചെയ്യുന്നത്, യൂണിറ്റ് ഡിജിറ്റ്, യൂണിറ്റ് പ്ലേസ്. അങ്ങനെയാണെങ്കിൽ 100th ആണെങ്കിൽ എന്താ വരിക, 243 × 1. ഞാൻ ഇനി ബാക്കി എഴുതുന്നില്ല. 243 × 2 പ്ലസ് 243 × 3 × 100 ചെയ്യാം. ഓക്കെ അല്ലേ. ഇതാണ് 100th പൊസിഷനിൽ 100th പ്ലേസ് വാല്യൂ ഉള്ള ഡിജിറ്റിൽ വരേണ്ടത് അല്ലേ. അങ്ങനെ ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഈ 100th എന്ന് പറയുമ്പോൾ ഏതാണ് പൊസിഷൻ നിങ്ങൾ ആലോചിക്കണം, അത് ഇതാണ്. ഈ ഡിജിറ്റിൻ്റെ എൻ്റയർ സം വരണമെങ്കിൽ എന്ത് ചെയ്യണം, സെയിം സാധനം തന്നെ വരിക, പക്ഷെ എന്ത് ചെയ്യണം, ഒരു × 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ അല്ലേ. ഇവിടെ 4th പൊസിഷനിൽ വരുന്ന സമയത്ത് എന്താണ്, ഈ സെയിം സാധനം തന്നെയാണ്, ഇതിൽ മാറ്റം വരില്ല അല്ലേ. കാരണം എന്താണ്, 1ഉം 2ഉം 3 നിങ്ങൾ ഫിക്സ് ആക്കി വെക്കുക, എന്നിട്ട് ബാക്കിയുള്ള കോമ്പിനേഷൻസ് ആലോചിക്കുക, എന്നിട്ട് എന്ത് ചെയ്താൽ മതി, അതിൻ്റെ പ്ലേസ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിജിറ്റിൽ ആ പൊസിഷനിൽ വരാവുന്ന കംപ്ലീറ്റ്
പോസിബിൾ കോമ്പിനേഷൻസിൻ്റെ യുണീക്ക് ആയിട്ടുള്ള പോസിബിൾ കോമ്പിനേഷൻസിൻ്റെ സമ്മ് നിങ്ങൾക്ക് കിട്ടും. സിമിലർലി ഇവിടെ എന്ത് ചെയ്യുക 10,000 അങ്ങനെ എന്ത് ചെയ്യുക ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്യുക. സോ എന്താണ് ടോട്ടലി വരിക നിങ്ങളൊന്ന് ആലോചിച്ച്. അപ്പം ഇവിടെ ചെയ്ത് എന്താ വരിക 243 × 3 പ്ലസ് 243 × 2 പ്ലസ് 243 1 ഇൻറ്റു 3 ഇൻറ്റു 10 പവർ 5 അല്ലേ വരിക. കാരണം ഫസ്റ്റ് പൊസിഷനിൽ 10 പവർ 0, സിക്സ്ത് പൊസിഷനിലാകുമ്പോൾ എന്താണ് 10 പവർ 5 വരും അല്ലേ. ഇവിടെ 10 സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ സിക്സ്ത് പൊസിഷനിൽ ഫസ്റ്റ് പൊസിഷനിൽ സിക്സ്ത് പൊസിഷനിൽ എന്താണ് 10 പവർ 5 വരും. ഈ എൻ്റെയർ നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്തത്? ഇവിടെ നിങ്ങൾ തന്നിട്ടുണ്ടാവില്ലേ, ഇവിടെ ഒരു വാല്യൂ തന്നിട്ടുണ്ട്. അതെന്താണ് ഈ ഈ 6 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ എൻ്റെയർ കോമ്പിനേഷൻസിൻ്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാല്യൂ ആണ് തന്നിട്ടുണ്ട്. സോ ഈ 6 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ എൻ്റെയർ കോമ്പിനേഷൻ്റെ സം അല്ലേ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നേരം സാധാരണ രീതിയിൽ ആഡ് ചെയ്യുന്ന പോലെ അല്ല ചെയ്തിട്ടുള്ളത്. നമ്മൾ എന്താണ് ഓരോ ഡിജിറ്റും ഓരോ സ്പെസിഫൈഡ് പ്ലേസിൽ വരുന്ന നമ്പേഴ്സ് കംപ്ലീറ്റ് ആഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. സോ എന്താണ് വരിക, ഈ എൻ്റെയർ സാധനത്തിൻ്റെ സമ്മാണ് എന്ത് ആ വലിയൊരു സംഖ്യ തന്നിട്ടുള്ളത് 599 എന്ന് പറയുന്ന ഒരു വലിയ സംഖ്യ തന്നിട്ടുള്ളത്. സോ ഇതെന്ത് ചെയ്യണം, കംപ്ലീറ്റ്ലി ആഡ് ചെയ്യണം. ഓക്കെ അല്ലേ, കംപ്ലീറ്റ്ലി ആഡ് ചെയ്യണം. അപ്പം ഇനി ഒരു മാറ്റം കൂടെ വരുത്താണ്. ഇവിടെ ABC ആണല്ലേ, 1 2 3 അല്ല വരിക. സോ എന്താണ് അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നത്. സോ എന്താണ് ഇവിടെ ABC ആണ് വരിക. സോ 1 2 3 അല്ല, എന്താണ് ജനറലൈസ് ചെയ്യുന്ന സമയത്ത് ABC. സോ ABC ആണ്, ABC ആണ്. ഓക്കെ, ABC ആണ്. 1 2 3 എടുത്തത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് 1 2 3 എടുത്ത് ചെയ്തത്. ഇതിനെ മൊത്തം സമ്മ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് ഇവിടെ എന്താണ് കോമൺ ആയിട്ടുള്ള സാധനം 243 ഇൻറ്റു ഈ സാധനം കംപ്ലീറ്റ് എന്താണ് കോമൺ ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, അത് ഒറ്റയടിക്ക് എഴുതാം. അപ്പോൾ എന്താ എഴുതാം 243 ഇൻറ്റു A + B + C. എന്താണ് എൻ്റെ സാധനം ഞാൻ കോമൺ ആക്കി എഴുതാണ് A + B + C ഇൻറ്റു എന്താ വരിക 10 പവർ 0 പ്ലസ് അല്ലെങ്കിൽ 1 പ്ലസ് 10 പ്ലസ് 10 പവർ 1 പ്ലസ് 10 പവർ 2 പ്ലസ് 10 പവർ 3 പ്ലസ് 10 പവർ 4 പ്ലസ് 10 പവർ 5 ആണ് എന്ത് ചെയ്യുന്നത് ടോട്ടൽ എൻ്റെയർ സാധനം സം ചെയ്യുന്ന സമയത്ത് വരാം അല്ലേ. ഇവിടെ എല്ലാതൊന്നും 243, ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ 243 കോമൺ ആക്കി എടുക്കാൻ പറ്റും. 243 ഇൻറ്റു A + B + C എന്ന് എഴുതാം. ഇതും 243 ഇൻറ്റു A + B + C ആണ്. ഇവിടെ 243 ഇൻറ്റു A + B + C ആണ്. ഇതും 243 ഇൻറ്റു A + B + C ആണ്. അപ്പോൾ എല്ലാതൊന്നും എന്ത് ചെയ്യുന്നത് 243 ഇൻറ്റു A + B + C എന്നുള്ള കോമൺ ആണ്. ബാക്കി എന്താ വരിക, ഇവിടെ അത് എടുക്കുന്ന സമയത്ത് ബാക്കി വരിക 1 + 10 + 10 സ്ക്വയർ അപ് ടു എന്താണ് 10 പവർ 5 ആണ്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. സോ അങ്ങനെ വരാം. അപ്പോൾ ബാക്കി ചെയ്യുന്നത് 243 ഇൻറ്റു A + B + C. ഇത് വേണമെങ്കിൽ GP ആണ്, നിങ്ങൾക്ക് അത് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ് ഇത് വരിക നിങ്ങൾക്ക് 111 ആണ് ആൻസർ വരിക. ഇതെങ്ങനെ ചെയ്യാം, നിങ്ങൾക്ക് GP വെച്ചിട്ട് ചെയ്യാം. GP അല്ലേ സം ഓഫ് n ടേംസ്. GP എങ്ങനെ ചെയ്യാം 1 ഇൻറ്റു 10 പവർ 5 10 പവർ 6 അല്ലേ. 10 പവർ 6 - 1 / 10 - 1 ആണ് എന്ത് ചെയ്യുക സം ഓഫ് n ടേംസ് വരുന്നത്, വിച്ച് ഇസ് 999 ഡിവൈഡഡ് ബൈ എത്രയാണ് 9 വരും. സോ ബാക്കി എന്താണ് 111 ഇങ്ങനെ വരും. സോ ഇതെങ്ങനെ കിട്ടിയത്, അവിടെ സം ഓഫ് n ടേംസ് ഓഫ് GP നോക്കിയാൽ മതി. A ഇൻറ്റു R പവർ n - 1 ബൈ R - 1 ആണ് സം ഓഫ് n ടേംസ് ഓഫ് GP. സോ ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്യണം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സോ R എന്താണെന്നുള്ള കോമൺ റേഷ്യോ ആണ്, n എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേംസ് ആണ്. സോ എന്ത് ചെയ്യുക, A എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. സോ എന്ത് ചെയ്യാം A ഇൻറ്റു R പവർ n - 1 ബൈ R - 1 ആണ് ഇക്വേഷൻ. എന്ത് ചെയ്യുക ജസ്റ്റ് ഓർത്ത് വെക്കുക. സോ അല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പാറ്റേൺ ഇപ്പോൾ 10 + 1 11 + 100 എത്രയാണ് 111 1000 അതിലോട്ട് 1000 ആഡ് ചെയ്താൽ 1111. സോ ആ പാറ്റേൺ വെച്ചിട്ട് വേണം നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. GPയുടെ സം ഉപയോഗിക്കണം നിർബന്ധമല്ല. സോ എന്ത് ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് GPയുടെ സം ഉപയോഗിക്കാം. സോ 243 ഇൻറ്റു A + B + Cയുടെ വാല്യൂ ഇൻറ്റു 111 ആണ് എന്ത് ചെയ്യുന്നത് തന്നിട്ടുള്ള വാല്യൂ. വലിയൊരു വാല്യൂ തന്നിട്ടുണ്ട് 593,999,406 593,999,406. ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. ബാക്കി എന്താണ് A + B + Cയുടെ വാല്യൂ എന്താ വരിക, ഓക്കെ A + B + Cയുടെ വാല്യൂ 593,999,406 ഡിവൈഡഡ് ബൈ എത്ര വരിക 243 ഇൻറ്റു 111. അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 22 പറഞ്ഞിട്ട് ആൻസർ കിട്ടും. സോ A + B + Cയുടെ വാല്യൂ എന്താണ് 22 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ, ഫൈൻ. A + B + Cയുടെ വാല്യൂ 22 ആണ്. ഇനി എന്താ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് ABCയുടെ ഒരു കൺസ്ട്രെയിൻ കിട്ടിയിട്ടുണ്ട്. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് റിമൈൻഡർ വെൻ 3 ഡിജിറ്റ് നമ്പർ ABC is divided by 100. ആ ABC എന്ന് പറയുന്ന നമ്പർ നിങ്ങൾ എന്ത് ചെയ്യണം 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പോസിബിൾ ആയിട്ടുള്ള ലാർജസ്റ്റ് റിമൈൻഡർ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ,
ഒരു സംഖ്യ ലൈക്ക് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ലാർജസ്റ്റ് പോസിബിൾ വാല്യൂ എന്താണ്? ലൈക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടാനുള്ളത് 99 ആണ് അല്ലേ? അപ്പം അതിലേറെ കൂടുതലുള്ള വാല്യൂ എന്ത് ചെയ്യില്ല, കിട്ടില്ല. 99 എന്ന് പറയുന്ന സംഖ്യ എന്ത് ചെയ്യാം, കിട്ടാൻ പോസിബിലിറ്റി ഉണ്ടോ നോക്കാം. ഓക്കെ, അപ്പോൾ A+B+C വാല്യൂ 22 ആണ്. നമ്മൾ എന്ത് ചെയ്യണം, ABC എന്ന് പറയുന്ന നമ്പറിന് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്തുള്ള റിമൈൻഡർ മാക്സിമൈസ് ചെയ്യണം അല്ലേ? ഒരു സംഖ്യ ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു സംഖ്യ എന്താണ് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് കിട്ടാവുന്ന മാക്സിമം പോസിബിൾ റിമൈൻഡർ എന്താണ്? 99 ആണ്. അത് കിട്ടാൻ പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ A+B+C 22 ആണ്, അതാണ് കൺസ്ട്രെയിൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോസിബിലിറ്റി ഉണ്ടോ നോക്കാം. ഇവിടെ 99 കിട്ടണമെന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താ, നിങ്ങൾ ആലോചിച്ചേ. 99 കിട്ടുമോ? 99 കിട്ടാൻ പോസിബിലിറ്റി ഇല്ല. കാരണം ഒരു സംഖ്യ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കും 99 റിമൈൻഡർ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ബിയും സിയും 99 ആണ് അല്ലേ? ബിയും സിയും 99 ഈച്ച് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 99 എന്ന് പറയുന്ന റിമൈൻഡർ കിട്ടാം. അപ്പോൾ 199 ഡിവൈഡ് ബൈ 100 എന്താ റിമൈൻഡർ എന്താണ്, അത് 99 ആണ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണ്, നിങ്ങൾ നോക്കിയേ, 9ഉം 9ഉം അല്ലേ? പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്ക് കണ്ടീഷൻ തന്നിട്ടുള്ളത് എന്താണ്, ABC ഡിസ്റ്റിങ്ക്റ്റ് ആണ് അല്ലേ? എയും ബി സി എന്താണ്, ഡിസ്റ്റിങ്ക്റ്റ് ആണ്, ഒന്നാവാൻ പാടില്ല. ബിയും സി എന്താണ്, 99 കിട്ടണമെന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താണ്, ബിയും സിയും എന്താവണം, 99 ഈച്ച് ആകണം. അതെന്താ അല്ല പോസിബിൾ. അപ്പോൾ 199 ബൈ 100, 299 ബൈ 100, 399 ബൈ 100, അതൊക്കെ എന്താണ് 99 റിമൈൻഡർ കിട്ടുന്നുണ്ട്. പക്ഷെ എന്താണ്, ഇവിടെ ബിയും സിയും എന്താവും, സെയിം ആവും. സോ ആ കണ്ടീഷൻ നമ്മൾ റൂൾ ഔട്ട് ചെയ്യാൻ 99 എന്ന് പറയുന്ന പോസിബിലിറ്റി ഇല്ല. പിന്നെ അടുത്ത നമ്പർ ഏതാ, 98 കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? സപ്പോസ് ലൈക്ക് ബിയും സിയും 9ഉം 8ഉം ആണെന്ന് വിചാരിക്കാം. ബി എത്രയാണ്, 9 ആണ്. സി എന്താണ്, 8 ആണെന്ന് വിചാരിക്കാം. ഓക്കെ ആണല്ലോ, സി 8 ആണ്. 9+8 എത്രയാണ്, 17. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ എത്രയാ മതി, 5 ആയാൽ മതി അല്ലേ? അപ്പോൾ 598 ഡിവൈഡ് ബൈ 100 എന്തായിരിക്കും, റിമൈൻഡർ 98 ആണ്. സോ 98 എന്താണ്, പോസിബിൾ ആണ്. സോ എന്താണ്, നമുക്ക് ബാക്കിയുള്ള കൺസ്ട്രെയിൻസ് കാര്യങ്ങളൊന്നും പ്രശ്നമല്ല, ഓക്കെ ആണ്. സോ എന്താണ്, 598 ബൈ 100 എന്ന് പറയുന്ന അതിൻ്റെ റിമൈൻഡർ എത്ര വരിക, 98 ആണ് റിമൈൻഡർ വരിക. സോ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എത്രയാണ്, ലാർജസ്റ്റ് റിമൈൻഡർ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ലാർജസ്റ്റ് റിമൈൻഡർ വെൻ 3 digit is divided by ABC is divided by 100 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ആൻസർ എന്താ വരിക, 98 ആണ് ആൻസർ വരിക.